ഞാൻ ഇവിടെ ഈ വന്നതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ റസ്മിനെ, അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ഈ കഷ്ടപ്പെടുന്നതെല്ലാം, എന്നിട്ട് അവർ തന്നെ അങ്ങനെ ചെയ്തോ? അതായത് ജാസ്മിൻ ആകെ അന്തം വിട്ട് പോവുകയാണ്. മറ്റൊന്നുമല്ല, സായിയുടെ വെളിപ്പെടുത്തലുകൾ, അഫ്സലിൻ്റെ വോയിസ് ക്ലിപ്പ് വന്നു, വാപ്പയുടെ ഇൻ്റർവ്യൂ വന്നു, വാപ്പയുടെ ഉമ്മയുടെ ഇൻ്റർവ്യൂ വന്നു, പുറത്താകെ സീനാണ്. വോയിസ് ക്ലിപ്പ് എല്ലാം പുറത്തു വിട്ടത് വിവിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്സലിക്കയുടെ വോയിസ് ആരാണ് പുറത്തു വിട്ടത്? അത് ആർക്ക് അയച്ചതാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്കിനി പുറത്തവിടെ ആരും ഇല്ലേ? ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം ആരും ഉണ്ടാവില്ലേ? എനിക്ക് എൻ്റെ കുടുംബം ഉണ്ടാവില്ലേ? അഫ്സലിക്ക ഉണ്ടാവില്ലേ? എല്ലാവരും പോയോ? ആകെ മൊത്തം കിളി പറന്ന് ഇന്ന് ലൈവിൽ ജാസ്മിൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ ജാസ്മിൻ ആക്ച്വലി പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ബിഗ് ബോസ് ഒരു കളി കളിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്നവർ പലതും പറയും. അത് എടുക്കണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം ജാസ്മിന് വന്നിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ജാസ്മിൻ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. എന്ന് വെച്ചാൽ എല്ലാം നെഗറ്റീവായി, കട്ട നെഗറ്റീവായി എന്ന് തന്നെ അവർ വിശ്വസിക്കുകയും തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു ഘട്ടത്തിൽ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് താൻ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ തനിക്കെതിരായോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത്. സത്യത്തിൽ ജാസ്മിൻ ഇപ്പോഴും അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും തിരുത്താനും തയ്യാറായിട്ടില്ല. അതാണ് ജാസ്മിൻ്റെ പ്രശ്നം. പല ഹിൻറ്റുകൾ കിട്ടി, വാപ്പ കോൾ ചെയ്ത് പറഞ്ഞു, സീക്രട്ട് ഏജൻറ്റ് വഴി കിട്ടി, അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാർ വഴി കിട്ടി, അവിടെ വന്ന പല കണ്ടസ്റ്റൻസും നേരിട്ടും അല്ലാതെയും സൂചനകൾ കൊടുത്തു. പക്ഷേ എന്നിട്ടും ജാസ്മിന് അവരുടെ മിസ്റ്റേക്സും മനസ്സിലാവുന്നില്ല. സ്വന്തം തെറ്റ് സ്വയം തിരിച്ചറിയാതെ ആരെന്തൊക്കെ പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ്റെ ഭാവിയും വർത്തമാനവും ഒക്കെ ഇവിടെ തീരുമാനിക്കുന്നത്. എല്ലാം ജാസ്മിൻ്റെ കൈകളിലാണ്.